എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊക്കെ വിലയുണ്ടാവണം, മറ്റുള്ളവരൊക്കെ നമ്മളെ ബഹുമാനിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ശൈലികളും രീതികളും ഒക്കെ നോക്കിയിട്ടാണ് മറ്റുള്ളവർ അവരുടെ മനസ്സിൽ നമുക്കൊരു വിലയിടുന്നത്. അപ്പോൾ വില വെറുതെ ഉണ്ടാവുന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നല്ല വില കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ചില പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വില ഇടിയും, നമ്മുടെ തന്നെ മൂല്യം ഇടിയുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വിലയടിക്കുന്ന അല്ലെങ്കിൽ വില ഇല്ലാതെയാക്കി കളയുന്ന 10 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എത്രയും വേഗം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്തെടുത്ത 100% ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞപ്പൊടി അത് വാങ്ങിച്ചവരൊക്കെ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ സൗന്ദര്യ ഗുണഗണങ്ങളൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക. എന്നിട്ട് ആവശ്യമുള്ളവരൊക്കെ ഉടൻ തന്നെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഒന്നാമതായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ വില കളയുന്ന ഒരു ശീലമാണ് നമ്മൾ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു അഭിപ്രായം പിന്നീട് മാറ്റി പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അവരിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പല പല പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല പല കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതേ അവർ തന്നെ ഇതൊക്കെ മാറ്റി പറയുന്നു. അവരൊരു പക്ഷേ മുൻപ് ഇങ്ങനെ പറഞ്ഞ കാര്യം അവർ തന്നെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആക്റ്റീവാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രോളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവരെ റോസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പ് അവർ പറഞ്ഞ കാര്യം ഇതാണ്, ഇന്ന് അവർ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നേരെ വിപരീതമായിട്ടുള്ള ഒരു അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അവർ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെ മാറ്റി പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അഭിപ്രായം തന്നെ വ്യത്യാസപ്പെടുത്തി പറയുന്നതൊക്കെ നമ്മുടെ വില മറ്റുള്ളവരുടെ മുമ്പ് ഇടിച്ച് കളയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കണം. വാഗ്ദാനം പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരിക്കലും വാഗ്ദാനം കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ഉറപ്പുകൾ നമ്മൾ തന്നെ പറയുകയാണ്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ല ഞാനങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു എന്നൊക്കെ മാറ്റി പറയുന്നത് എല്ലാവരുടെ മുമ്പിൽ നമ്മളെ അപഹാസ്യരാക്കി തീർക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പീപ്പിൾ പ്ലീസേഴ്സായി മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വില പോകും എന്നുള്ളതാണ്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ പലർക്കും ഒരു ചിന്തയുണ്ട്, മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അപ്പോൾ അവരെന്നെക്കുറിച്ച് നല്ലത് പറയണം, അവരെന്നെക്കുറിച്ച് ഇഷ്ടപ്പെടണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഭയങ്കരമായിട്ട് സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്വഭാവം പുറത്തെടുക്കും. പക്ഷേ അത് പലപ്പോഴും കപടമായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ റിയൽ സെൽഫ് ആയിരിക്കത്തില്ല പുറത്ത് വരുന്നത്. നമ്മൾ പലപ്പോഴും ഒരു അഭിനയം കാഴ്ചവെക്കാനായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫേക്കായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് അവരുടെയൊക്കെ മുമ്പിലുള്ള വില പോകും. തന്നെയല്ല, നമ്മളിങ്ങനെ പീപ്പിൾ പ്ലീസേഴ്സായി മാറുമ്പോൾ നമുക്കൊരിക്കലും നോ പറയേണ്ടടുത്ത് നോ പറയാനോ എസ് പറയേണ്ടടുത്ത് എസ് പറയാനോ പറ്റത്തില്ല. കാരണം നമുക്ക് പേടിയാണ്, ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എസ് പറയാം, അവരെ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് എസ് പറയാം എന്ന് നമുക്ക് ചിലപ്പോൾ തെറ്റായിട്ടുള്ളൊരു കാര്യത്തിന് പോലും നമ്മൾ കയറി നോ പറയാതെ അങ്ങനെ എസ് പറഞ്ഞെന്നിരിക്കും. ഒപ്പം തന്നെ നമ്മൾ ഓർക്കുക, നമുക്കൊക്കെ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം വേണം. സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഇല്ലാത്തവരെ മറ്റുള്ളവർ ബഹുമാനിക്കത്തില്ല, അവരുടെ വിലവും. ഒപ്പം തന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവും നമുക്ക് വേണം. അപ്പോൾ ഈ സ്വന്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് തീരുമാനം എടുക്കാം ഉണ്ടെന്ന് അറിയാതെ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ആ രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ശേഷിയില്ലാത്തവരെ ആരും ബഹുമാനിക്കത്തില്ല. ഇനി മൂന്നാമതായിട്ട് അനാവശ്യമായിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ തള്ളിമറിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെക്കുറിച്ച് നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ പുകഴ്ത്തി പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വില കളയുന്ന ഒരു കാര്യമാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമാണ് തോന്നുന്നത്. അപ്പം നമുക്കൊരുപാട് നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കുന്നവർക്ക് പ്രത്യേകിച്ച് അതൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായിട്ട് തോന്നത്തില്ല. വെറുതെ അവരുടെ സമയം മെനക്കെടുത്തുന്ന ഒരു കാര്യമായിട്ട് തോന്നത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് അത് ബോറായി തോന്നും. അപ്പോൾ നിങ്ങളതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരത് ആഗ്രഹിക്കുന്നില്ല കേൾക്കാൻ, പ്രത്യേകിച്ച് അവർക്കൊരു ഉപകാരമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള വില പോകും എന്നുള്ളതാണ്. ഇനി നാലാമായിട്ട്, നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവരുടെ പിന്നാലെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നടക്കരുത്. തീർച്ചയായിട്ടും അത് നമ്മുടെ വില കളയും. കാരണം അവരെ നമ്മളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് നോക്കണം. ഇനിയിപ്പോൾ ഒരു കാലത്ത് നിങ്ങളെ ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, പക്ഷേ ഇപ്പോൾ അയാൾക്ക് നിങ്ങളോടുള്ള താല്പര്യം മുഴുവനും പോയി. ഇനി അയാളെ നിങ്ങളുടെ ലൈഫിലേ അയാൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ പുറമെ അയ്യോ എന്നെ ഒന്ന് സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. അവരാഗ്രഹിക്കുന്ന പോലുമില്ല, പക്ഷേ നമ്മൾ അവരുടെ പുറകെ നടന്നിങ്ങനെ അവർക്ക് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ അവരെ കോൾ വിളിക്കുന്നു, അവരെ കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ഭയങ്കര ശല്യമായിട്ട് തോന്നും. അപ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള വിലയിടിയും. അവർക്ക് ഇത് എന്തൊരു ശല്യമാണ്, ആട്ടി ഓടിച്ചാലും പട്ടിയെപ്പോലെ ആട്ടി ഓടിച്ചിട്ട് ഒരു നാണവും ഇല്ലാതെ പിന്നെയും വന്നേക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവർ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവരുടെ പുറകെ ഒന്നും നമ്മൾ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി യാചിച്ചു പോകാൻ പാടില്ല. അതിന് അഞ്ചാമായിട്ട് പരമാവധി ആരോടും കടം ചോദിക്കരുത് എന്നുള്ളതാണ്. കാരണം കടം ചോദിച്ചാൽ അത് നമ്മുടെ വില കളയുന്ന ഒരു ശീലമാണ്. ഉടനെ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് ഒരു പുച്ഛം വരായി, അപ്പോൾ ഇവന് ആവശ്യമായിട്ടുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല, അപ്പോൾ എന്നോട് കടം ചോദിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ നമ്മളൊരു ഇൻഫീരിയർ ആണെന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവർക്ക് താഴെയാണെന്നുള്ളൊരു ചിന്ത
അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അത് നമ്മളെക്കുറിച്ചുള്ള വില കളയും. തന്നെയല്ല, നമ്മളിനിയിപ്പോൾ കാശ് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അതിനേക്കഴിഞ്ഞും കൂടുതൽ വില ഇടിയും. ഒപ്പം തന്നെ ഔദാര്യങ്ങൾ മുതലെടുക്കുന്നതും നമ്മളുടെ വില കളയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കൂട്ടത്തിൽ പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, അയാൾ അതിന് ബില്ലടയ്ക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളപ്പോൾ മനസ്സിൽ ഓർക്കേണ്ടത്, ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് ബില്ലടയ്ക്കണം. അല്ലെങ്കിൽ അന്ന് തന്നെ എന്തെങ്കിലും മറ്റൊരു കാര്യം ഇയാൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോഴേ അവിടെ ഇത് ഈക്വൽ ആവത്തുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ അയാൾ ഓർക്കും, അയാൾ നമുക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്തു. അതപ്പോൾ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അത് അവരിത് പറയത്തില്ലെങ്കിലും അവർക്കുള്ളിൽ നമ്മളോടൊരു വിലവും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അവരുടെ ഔദാര്യം പറ്റി വെറുതെ നിൽക്കരുത്. എനിക്ക് കിട്ടിയത് കിട്ടി, അപ്പോൾ എനിക്ക് അത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ ഓർക്കരുത്. അവർക്ക് അതേ ഔദാര്യം തിരിച്ചപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഇനി ആറാമായിട്ട്, നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അതിന് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെ നമ്മൾ സമീപിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് നമ്മൾ നമ്മുടെ തന്നെ ഒരുപാട് സീക്രട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ പങ്കുവെക്കരുത്. ഇപ്പോൾ ഒരു എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തിയോട് നിങ്ങൾക്കൊരു പക്ഷേ ഇതൊക്കെ പങ്കുവെക്കാം, കാരണം അവർ നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരും. അല്ലാത്തവരോട്, നിങ്ങളിങ്ങനെ വഴിയെ പോകുന്നവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ ഇത് ഒട്ടും രഹസ്യം സൂക്ഷിക്കാൻ അറിയത്തില്ലാത്തവരോട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ചില ഫ്രണ്ട്സിനോട്, ഇവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അയ്യേ ഇവർ ഇത്രയേ ഉള്ളായിരുന്നോ എന്നുള്ളൊരു ഫീലായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മളോടുള്ളൊരു വില കളയാനായിട്ട് അത് ഇടയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആരെയും അറിയിക്കരുത്. അത് തന്നെയല്ല, പ്രശ്നപരിഹാരത്തിന് നമ്മൾ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിനും നമ്മൾ ആരെയും ആശ്രയിക്കാൻ പാടില്ല. പരമാവധി നമ്മൾ സ്വാശ്രയശീലം പുലർത്തുന്നവരായിരിക്കണം. എല്ലാ കാര്യത്തിനും നമ്മളിപ്പം ഒരു മാനസികമായിട്ടുള്ള സപ്പോർട്ടിനാണെങ്കിലും നമ്മൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ നമുക്കുണ്ടായിരിക്കണം. ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവരാണ് സ്വന്തം പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. ഇനി ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ സ്വയം പര്യാപ്തരായിരിക്കണം. ഒരിക്കലും പരമാവധി മറ്റുള്ളവരെ ഒരു കാര്യത്തിനും ആശ്രയിക്കാൻ പോകരുത്. പലർക്കും പല കാര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയം കൂടിയേ തരൂ. അയ്യോ നീയോടെ എൻ്റെ അടുത്ത് ഒന്ന് വാ, എനിക്ക് ഇന്ന സ്ഥലം വരെ പോകണം, എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾക്ക് അങ്ങനെ നേരിട്ടോ അല്ലാതെ ഒക്കെ അവരുടെ സഹായം ചോദിക്കും, മെൻ്റൽ സപ്പോർട്ട് ചോദിക്കും, അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിന് സഹായം ചോദിക്കും, അങ്ങനെ പല രീതിയിൽ ഹെൽപ്പ് ചോദിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കുന്നിടത്തോളം ആരെയും ആശ്രയിക്കാൻ പോവാതിരിക്കുക. കാരണം ഇങ്ങനെ ആശ്രയത്തെ ശീലം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള വില പോകും. പിന്നെ നമ്മളെക്കുറിച്ചുള്ള സീക്രട്ടുകൾ മറ്റുള്ളവരോട് ഇങ്ങനെ വെട്ടി തുറന്ന് പറയുമ്പോൾ അവരതൊക്കെ ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. അത് നമ്മുടെ സീക്രട്ടുകളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അയ്യേ ഇവരൊക്കെ ഇത്രയുള്ള ഇങ്ങനെയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത അവരുടെ, അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് ഇങ്ങനെ തകർന്നതാണോ, അതൊക്കെ ഞാൻ ഇപ്പോഴാണല്ലോ അറിയുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് നമ്മളെക്കുറിച്ചുള്ള വില പോകും. ഇനി ഏഴാമായിട്ട്, പരദൂഷണം പറയുന്നവർ, മറ്റുള്ളവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നവർ, മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും എല്ലാവരോടും കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്കും സമൂഹത്തിൽ ഒരു വില ഉണ്ടാവത്തില്ല. അവർ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഞങ്ങളെ കേൾക്കാനായിട്ട് ഇഷ്ടമാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളതാണ്. അതിനെല്ലാം മറ്റുള്ളവർക്കിട്ടൊക്കെ പാര വെച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്കുണ്ടായിരിക്കും. പക്ഷേ ഇത് കേൾക്കുന്നവരെന്താണ് ചിന്തിക്കുന്നത്? അങ്ങനെയുള്ളവരെ കാണുമ്പോഴേ നമ്മൾ മനസ്സിൽ പറയും അയ്യോ ഏഷ്ണിപ്പാഷാണം വരുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ അവരെ നമ്മൾ അങ്ങനെ ഒരു പുച്ഛത്തോടെയാണ് കാണുന്നത്. അവർ അങ്ങനെയുള്ളവരെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരു വില ഉണ്ടാകത്തില്ല. ഇനി എട്ടാമായിട്ട്, നമ്മുടെ വസ്ത്രധാരണത്തിന് പോലും നമ്മുടെ വില ഇടിക്കാനായിട്ട് കഴിവുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോഴത്തേക്കും അത് ആ ഒരു ലുക്ക് കിട്ടാത്ത വളരെ കഞ്ഞി ലുക്കുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഇവനേതാ ഇവിടെ മാറിക്കയറി വന്നതാണോ എന്നുള്ളൊരു രീതിയിലായിരിക്കും അവിടെയുള്ള സ്റ്റാഫ് പോലും നമ്മളെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ആ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മുടെ വില പെട്ടെന്ന് പോകും. നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ പോലും കൂടും. കാരണം നമുക്ക് എവിടെയെങ്കിലും ധൈര്യമായിട്ട് ചങ്കു വിരിച്ച് ചെല്ലാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും. എല്ലാവരും നമ്മളെ നോക്കുമ്പോൾ അയ്യോ എൻ്റെ വസ്ത്രം മോശമാണോ, അല്ലെങ്കിൽ അത്ര കൊള്ളത്തില്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചേക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ബ്യൂട്ടിയെ എൻഹാൻസ് ചെയ്യുന്ന, നമ്മുടെ ആ ലുക്കിനെ അടിപൊളിയാക്കുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും എവിടെയും കയറി നിൽക്കാൻ. അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് ആ ഒരു കോംപ്ലക്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി 9 എല്ലാവരോടും എല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അതായത് നമ്മളെ ചിലർ മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളവിടെ ഒരുപാട് ന്യായീകരണങ്ങൾ നമ്മളെക്കുറിച്ച് തന്നെ നടത്തരുത്. നമ്മളെക്കുറിച്ച് തന്നെ ഒരുപാട് വിശദീകരണങ്ങൾ കൊടുക്കരുത്. കാരണം അനാവശ്യമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ വില തന്നെ ഇല്ലാതെയാക്കും. ചില സമയങ്ങളിൽ സൈലൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കറിയാം വായ അടച്ചു പിടിക്കുന്ന മീനാണ് ചൂണ്ടക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ ചില അവസരങ്ങളിൽ നമ്മൾ വായ അടച്ച് നിൽക്കുന്നതാണ് നല്ലത്. ഒരുപാട് നമ്മൾ വാ തുറന്ന് നമ്മളെക്കുറിച്ച് തന്നെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മുടെ വില പലപ്പോഴും പോകുന്നത്. നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമ്മളെക്കുറിച്ച് നല്ലൊരു മതിപ്പായിരിക്കും പലർക്കും ഉണ്ടാവുക. പക്ഷേ വാ തുറന്നു കഴിയുമ്പോഴാണ് പലരും അവരുടെ വില തന്നെ കളയുന്നത്.
പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരുപാട് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം നമ്മളെ ശരിക്കും നമ്മളിൽ വിശ്വാസമുള്ളവർ അധികം എക്സ്പ്ലനേഷനൊന്നും ഇല്ലെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവും. എന്നാൽ നമ്മളെ ഒരിക്കലും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർ നമ്മൾ എത്ര എക്സ്പ്ലനേഷൻ കൊടുത്താലും അതുകൊണ്ടൊന്നും ഒരു തൃപ്തി ആവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കും തോറും നമ്മളെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ തന്നെ രഹസ്യങ്ങളും സീക്രറ്റ്സും ഒക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആർക്കും അധികം അങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് ന്യായീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മളെ തന്നെ ന്യായീകരിക്കുന്നു, നമ്മുടെ വില ഇടിക്കും എന്നുള്ളതാണ്. ഇനി 10ാമതായിട്ട്, ആർക്കും അവരർഹിക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. അതുമല്ലെങ്കിൽ അമിത പ്രാധാന്യം കൊടുക്കരുത്. അതുപോലെ തന്നെ ആരുടെയും മുന്നിൽ നമ്മൾ സബ്മിസീവായിട്ട് വിധേയത്വത്തോടു കൂടി പെരുമാറുകയും ചെയ്യരുത്. അപ്പോൾ പലർക്കും വലിയ സെലിബ്രിറ്റീസിനോടൊക്കെ വല്ലാത്തൊരു ആരാധനാ മനോഭാവമാണ്. പലരും പലരെയും ആരാധനാ മനോഭാവത്തോടെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മൾ ആരെയും ആരാധനാ മനോഭാവത്തോടെയും കൂടി നോക്കി കാണരുത്. കാരണം നമ്മൾ ആരെങ്കിലും ആരാധനാ മനോഭാവത്തോടു കൂടി നോക്കി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ അവരെന്താണ്, നമുക്ക് ഒരു പുല്ല് വില പോലും തരത്തില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി, ഒരു സ്ത്രീ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റിയെ കണ്ടപ്പോഴത്തേക്കും അവരോടൊന്ന് സംസാരിക്കാനായിട്ട് ഇങ്ങനെ അവരുടെ പുറകെ ബെഗ് ചെയ്ത് നടക്കുകയാണ്. പക്ഷേ ഈ സെലിബ്രിറ്റി ഒന്നും മുഖം ഉയർത്തി നോക്ക് പോലും ചെയ്യുന്നില്ല. അവർ മനഃപൂർവ്വം ഈ ഒരു ഫോണിൽ തന്നെ നോക്കുകയാണ്. ഒരു വാക്ക് പോലും സംസാരിക്കാനായിട്ട് തുനിയുന്നില്ല. അപ്പോൾ അവിടെ ആ സ്ത്രീ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് പോവുകയാണ്. ഒന്നും സംസാരിക്കാൻ പോലും, കാരണം അവരും നോക്കുന്ന പോലുമില്ല. അപ്പോൾ പുല്ല് വിലയാണ് കൊടുക്കുന്നത്. എന്നിട്ടും ഇവരെ എന്തോ വലിയ ദൈവങ്ങളെ കണ്ട പോലെ ഇങ്ങനെ പുറകെ നടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആർക്കെങ്കിലും അമിതമായിട്ട് പ്രാധാന്യം കൊടുത്താൽ നമ്മൾക്ക് അവിടെ ഉറപ്പായിട്ടും വില പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം ഒന്നും ആരുടെ മുന്നിൽ പണയം വെക്കാൻ പാടില്ല. നമ്മൾ തന്നെ സ്വന്തം നമ്മുടെ വില മറന്നുപോയാൽ പിന്നെ ആരും നമുക്ക് ആ വില തരത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം സ്വന്തം ബഹുമാനിച്ച് പഠിക്കുക, സ്വന്തം സ്നേഹിച്ച് പഠിക്കുക. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങൾക്ക് വില തരത്തുള്ളൂ, നിങ്ങളെയും ബഹുമാനിക്കാനായിട്ട് പഠിക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്.